ഇപ്പോൾ ഈ 5 മക്കളെയും വെച്ചിട്ട് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എവറി സെക്കൻഡ് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് പോകണം എന്ന് ആലോചിക്കുന്ന സമയത്തും എൻ്റെ ഈ ഒരു +2 പഠനത്തോടു കൂടി എൻ്റെ പഠനം അവസാനിപ്പിച്ച ഒരാളാണ്. എനിക്ക് കോളേജ് ലൈഫോ അത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് എൻ്റെ കോളേജിലേക്ക് എൻ്റർ ചെയ്ത ക്ലാസ്സിലേക്കൊക്കെ പോയ ഉടനെ ബസ് കയറി അവിടെ എത്തുന്നവരെയും ഞാൻ 5 മക്കളുടെ ഉമ്മയാണ്. എൻ്റെ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 20 വയസ്സ് കുട്ടീൻ്റെ ശരിക്കും ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോവാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയുമോ, വേറൊരു ലൈഫാണ്. നിങ്ങൾ ഈ സമയം ഇപ്പോൾ കിട്ടുന്ന ഈ സമയങ്ങൾ മറ്റ് പല കാര്യങ്ങളിലേക്ക് പോവാതെ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് സെറ്റിൽഡ് ആയാൽ മതി. അതൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന മൈലാഞ്ചി, മെഹന്തി ദിവസം, കല്യാണ ദിവസം, റിസപ്ഷൻ ദിവസം മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. കുറേ സ്വർണം കിട്ടും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരും അതിന് നിൽക്കണ്ട. പിന്നീട് ലൈഫിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന സമയത്ത് പെൺകുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ ഈ വിവാഹം കഴിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് യാതൊരു ഉറപ്പുമില്ല. നിങ്ങൾ മാത്രം ഉണ്ടാവുന്ന ഒരു ദിവസം വരും. ആ ദിവസം നിങ്ങൾ പൊട്ടിക്കരയാതിരിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക, നല്ല എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്യുക. അതിലൂടെ എവിടെ പോയാലും നല്ലൊരു ജോലിയും നല്ലൊരു സാലറി കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും പേടിക്കാനില്ല. പിന്നെ നമുക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അവൻ നോക്കിയില്ലെങ്കിൽ എന്നെ നോക്കാൻ ഞാനുണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നെ നോക്കാൻ ഞാനുണ്ട്. ആരെങ്കിലും പറയാൻ ആരാ നോക്കുന്നത് അല്ലെങ്കിൽ ആരാ നിന്നെ സംരക്ഷിക്കണമെന്ന് നോക്കി ഞാനാണ് എന്ന് പറയാൻ ഓരോ പെൺകുട്ടികളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഭർത്താവ് തല്ലിക്കൊന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഇതൊന്നും കുറയും ഇവരുടെ കയ്യിൽ ആ ഒരു പവർ ഉണ്ടെങ്കിൽ. ഒരു പെൺകുട്ടിയുടെ ലൈഫും ഒരു ആൺകുട്ടിയുടെ ലൈഫും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു വിവാഹം കഴിക്കുന്നതോടുകൂടി ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എല്ലാം ചേഞ്ച് ആവുകയാണ്. ജീവിച്ച വീട്, തൻ്റെ ഏരിയ, താൻ താമസിച്ച സ്ഥലം, വീട്, അറ്റ്മോസ്ഫിയർ, തൻ്റെ കുടുംബം, ഉമ്മ ഉപ്പ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് ആദ്യത്തെ പോലെ ഫ്രണ്ട്സിനെ കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ പോകാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നറിയോ, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അവർ ഹസ്ബൻഡിൻ്റെ വയസ്സ് എന്താണോ ആ വയസ്സിലേക്ക് ഈ കുട്ടിക്ക് മെച്യൂരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു പെൺകുട്ടിയായിരിക്കും തൻ്റെ വീട്ടിൽ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ അമ്മ എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്നത് ഒരു 30 വയസ്സുള്ള ആളുടെ മെച്യൂരിറ്റി പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ പറയും ഇത്രയും വയസ്സില്ലേ, നിനക്ക് ബോധമില്ലേ, ബുദ്ധിയില്ലേ എന്ന് പറയും. വേറെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവള് ചെറിയ പെണ്ണല്ലേ. അതായത് എന്തിനും നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു ചെറിയ കുട്ടീനെടുത്ത് ഇതാക്കുകയാണ്. അതേസമയം ഇവർക്ക് വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാം, അവരൊരു വന്നിട്ടേ ഉള്ളൂ, ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകണം, അതുവരെ നമുക്ക് അങ്ങനെയൊന്നും ആരും ചിന്തിക്കൂല. വേറെ അവരുടെ ഒരു മോള് എന്നുണ്ടെങ്കിൽ അത് ആരാൻ്റെ മോള്, നമുക്ക് എന്തും ആവാമെന്ന് ചിന്തിക്കുന്ന സമൂഹം ഇപ്പോഴും ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ സെൽഫ് റെസ്പെക്റ്റോടു കൂടി ജീവിക്കാൻ പൈസ ആവശ്യമാണെന്ന് നമ്മൾ പറയണത് കേട്ടിട്ടില്ലേ? പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്നറിയോ, സെൽഫ് റെസ്പെക്റ്റോടുകൂടെ ജീവിക്കാൻ മാത്രമല്ല, സെൽഫ് റെസ്പെക്റ്റോടു കൂടി മരണപ്പെടാൻ പോലും നമുക്ക് പൈസ ആവശ്യമാണ്. അതെന്തുകൊണ്ടാണ് പറയണത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശവസംസ്കാരം ചെയ്യണം അല്ലേ, ഖബറടക്കണം അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ എങ്ങനെ തനിയെ പോയിട്ട് ഈ മരിച്ച ആൾക്കാർ പോയിട്ട് ഖബറിലേക്ക് പോയിട്ട് വീഴൊന്നല്ല. അതായത് അതിന് കുറച്ച് നമുക്ക് ചുറ്റുള്ള ഈ സമൂഹത്തിൽ ആൾക്കാർ വേണം, അതിന് കുറേ ചിലവുകളുണ്ട്. ഇപ്പോൾ ചിത ഒരുക്കാനാണെങ്കിൽ കുറേ വിറകുകൾ, ഇപ്പം അങ്ങനത്തെ സംഭവമല്ല, ഇലക്ട്രിക് ആണെങ്കിൽ പോലും അവിടെ അതിനൊരു ഫീസ് ഉണ്ടാവും. പിന്നെ അതിനുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ, പിന്നെ അതുപോലെ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം പൈസ കൊടുക്കണം. ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാ ചെയ്യുക? നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യും. പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ മുൻകൂട്ടി എന്താ ചെയ്യാന്നറിയോ, അവരുടെ ഈ ഒരു ശവസംസ്കാരം ചെയ്യാനും വേണ്ടിയിട്ടുള്ള പൈസ ഓൾറെഡി ആരെയെങ്കിലും ഏൽപ്പിക്കും.
അല്ലേ? അതായത് ചെലവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ചെലവ് അവിടെയുണ്ട്. ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏൺ ചെയ്യേണ്ടതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതേസമയം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും ഒരുപാട് പേരുടെ മുന്നിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. ഇയാൾ എനിക്ക് ഇത്ര പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ ഇവളെ എനിക്ക് ഇത്ര പൈസ തരാനുണ്ടായിരുന്നു, അത് ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മരിക്കാൻ വേണ്ടിയും നമ്മൾ പൈസ ഉണ്ടാക്കി വെക്കണം. അതാരെങ്കിലും ഏറ്റെടുക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. സന്മനസ്സുള്ള ആൾക്കാർ ഏറ്റെടുക്കും. പക്ഷെ ഏറ്റെടുക്കുകയാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ആ പൈസയാണ് അവിടെ ഇറങ്ങുന്നത്. അല്ലാതെ ഇതൊന്നും വെറുതെ സ്മൂത്തായിട്ട് ഒരാൾ മരിച്ച ഉടനെ അങ്ങനെ ശൂന്യമായി പോകുന്നതല്ലല്ലോ. സോ പൈസ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾവേസ് നമുക്ക് ഉള്ള പ്രോബ്ലംസിനെ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ പ്രോബ്ലംസ് ഇൻക്രീസ് ആവും എന്നതല്ലാതെ നമുക്കുള്ളൊരു സൊല്യൂഷൻ ഒരിക്കലും കിട്ടില്ല. അതേസമയം നമുക്ക് എന്താണോ ആവേണ്ടത്, നാളെ ഞാൻ എന്താണോ ആയിത്തീരേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 മക്കളാണ്. ഈ 5 മക്കളെ വെച്ചുകൊണ്ട് എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു നോർമലായിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും, അതല്ലാതെ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് സാധാരണ പോലെ ജീവിക്കണമെങ്കിൽ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ ആരായി തീരണം എന്നുള്ളത് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവില്ലേ? ആ ആയിത്തീർന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളുണ്ടല്ലോ, അത് ആലോചിച്ചുകൊണ്ട് ഓരോ കഷ്ടങ്ങളും ഓരോ പ്രയാസങ്ങളും നമ്മുടെ ഓരോ സ്റ്റെപ്പായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ അച്ചീവ് ചെയ്യുന്ന ആ ഒരു ദിവസം വരും. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടാവും, ചിലപ്പോൾ പോസിറ്റീവ് പറയാനുണ്ടാവും, നമ്മുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ, ആ സംസാരിച്ചതിന് ശേഷം അവരുടെ പാടും നോക്കി പോകും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത്രയും എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? അവസാനം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ അങ്ങനെ സ്റ്റക്കാവും. അവരിങ്ങനെ പറഞ്ഞല്ലോ, ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞവരുടെ മുന്നിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ആ റിസൾട്ട് കൊണ്ട് അവർക്കുള്ളൊരു റിവെഞ്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ. കുട്ടികളാണെങ്കിൽ കരയും അല്ലേ? അത് ആ ഒരു ഫാക്റ്റ് അംഗീകരിക്കുക. അതേപോലെ നമുക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആ ജോലി ചെയ്യണം. ഇതിനൊക്കെ ഒരു ടൈം മാനേജ്മെൻറ്റ് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ, സാധാരണ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളെ മാത്രം നോക്കി ജീവിക്കുന്നതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ബാക്കി സമയം നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ എത്ര പേര് തരം താഴ്ത്തി കാണുന്നു, അവരുടെ മുന്നിലേക്ക് അവരെ കൊണ്ട് തന്നെ ഈ സമൂഹത്തിന് മുമ്പിൽ നന്മ, അതായത് നല്ലത് പറയിക്കാൻ, നിങ്ങളെ പുകഴ്ത്തി പറയിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാലൻറ്റഡ് ആണ്. നമുക്ക് ഒരു കാര്യം മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഫാദറിൻ്റെ മരണം, ആ ഒരു സംഭവം കുറച്ചും കൂടെ നീട്ടി കിട്ടിയിരുന്നേ. കാരണം എൻ്റെ കൂടെ ആള് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇന്നലെ പോലും ഞാനിങ്ങനെ ആഗ്രഹിച്ചു. എൻ്റെ ഈ ഒരു വളർച്ച ആൾക്ക് ഒരുപാടൊന്നും കാണാൻ, ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നതാണ് ആൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് കുറേ വിഷമങ്ങളുണ്ടായിരുന്നു അതിൽ. അപ്പോൾ കുറച്ചും കൂടെ ആൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകളുടെ ആ ഒരു വളർച്ചയും കാര്യങ്ങളും, നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതും, നമുക്ക് വേണ്ടി എന്താ പറയുക, സ്വന്തം മോളെ പോലെ കാണുന്നതൊക്കെ, ആളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണോ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പുറത്തുനിന്ന് ആൾക്കാർ പറയും നിൻ്റെ മോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻസൊക്കെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ വായിപ്പിക്കും, എന്നിട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്, ആളൊന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആൾ ആഗ്രഹിച്ച പോലെയുള്ള ആ പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാമായിരുന്നല്ലോ, ഇതൊക്കെ കാണിച്ചു കൊടുക്കാമായിരുന്നല്ലോ എന്ന് ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചോൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റി തരുകയാണെന്നുണ്ടെങ്കിൽ ആളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അങ്ങനെ തോന്നാറുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് 2 രീതിക്ക് ഉണ്ടാവും. ഒന്ന് നമ്മുടെ വളർച്ചയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും, ഇനി ഒന്ന് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഫാമിലി എന്നല്ല, പൊതുവേ കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിക്കുമെങ്കിലും നമ്മുടെ വളർച്ചയിൽ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഒരു റിയൽ ഫ്രണ്ടിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ഗ്രോത്ത് ഇപ്പോൾ ഒരു 25% ആണെന്നുണ്ടെങ്കിൽ അവരത് 100%
പെർസെൻറ്റേജിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. അവർ റിയലായിട്ട് നമ്മുടെ വളർച്ച ആഗ്രഹിക്കും. അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന എന്താ പറയുക ആൾക്കാരെ മുമ്പൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ പോകുന്ന ട്രാക്കിൽ തന്നെ കറക്റ്റായിട്ട് എന്താ ഗൈഡ് ചെയ്ത് ഇതാണ് ശരി, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ള ആളുണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രോത്ത് 10 മടങ്ങായിരിക്കും, ഒരു 10,000 ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചിട്ടയായ പാഠ്യപദ്ധതിയിലൂടെ പ്രായോഗിക പരിശീലനത്തിലൂടെ കൊച്ചിയിലെ ചാവറ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിജയം നിങ്ങൾക്ക് ഉറപ്പാക്കാം.